നിങ്ങളെ വിഷുവായില്ലേ? എന്റെ വിഷുവായി. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ വിഷു കൈനീട്ടൊക്കെ കിട്ടി. എനിക്ക് രാധേച്ചും മണി ചേച്ചിയും ശ്രീതേട്ടനാണ് കൈനീട്ടം തന്നത്. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചു. രാധേച്ചിന്റെ വീട്ടിൽ പോയി പടക്കം പൊട്ടിക്കണൊക്കെ കണ്ടു. ഞങ്ങളും കുറച്ച് പടക്കം പൊട്ടിച്ചു. ഞങ്ങൾക്ക് ഈ പടക്കം വാങ്ങിയിട്ട് പൊട്ടിക്കണ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടിലുള്ളവർ പൊട്ടിക്കുമ്പോ അവരുടെ കൂടെ പോയിട്ട് അത് അതിൽ പങ്കുചേരും. ഇവരിത് ഏത് വീഡിയോ എടുത്തു വെക്കുമ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നത് ഞാനിത് അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ എങ്ങനെ നോക്കിയാലും എന്റെ കുറെ വർക്കുകളും വീട്ടിലെ ജോലികളൊക്കെ കാരണം എനിക്ക് പറ്റാറില്ല. അവങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ട് എടുത്തു വെച്ചതല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ തൊട്ട അയൽപക്കത്തെ വീടാണ്. ശ്രീജിത്തേട്ടന്റെയും മനീഷയുടെയും വീട്. വിഷു ഓണൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സർവ്വ സ്വാതന്ത്ര്യമാണ് കേട്ടോ. വീട്ടിലെ ഏറ്റവും കൂടുതൽ വിഷു ആഘോഷിക്കുന്ന ഒരാള് അബ്ദയാണ്. അവള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ചൊരുങ്ങി പട്ടുപാവാടൊക്കെ ഇട്ട് ഇങ്ങോട്ട് പോരും. അവിടെ പിന്നെ സദ്യ കൊണ്ടിട്ട് തിരിച്ചു വീട്ടിൽ കയറാറുള്ളൂ. ഈ പടക്കം പൊട്ടിക്കുന്നത് ഇൻസാന കേട്ടോ, ഞങ്ങളുടെ മറ്റൊരു അയൽവാസി. അഫാഫ് വീഡിയോ എടുക്കാണ്. ഞാൻ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അപ്പുറത്തെ വീടുകളിലൊക്കെ ഒന്ന് ഇറങ്ങി വിഷുക്കണി വെച്ചതൊന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണി ഒരുക്കി വെച്ചത് കാണാൻ. ഇത് രാധകേച്ചിയുടെ വീടാണ്, സുരേഷ് ഏട്ടന്റെ. കുഞ്ഞുട്ടേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അഫാഫൊക്കെ കൊതിതീരുവോളം പടക്കം പൊട്ടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ഇവിടെ പടക്കം സുലഭമായിരിക്കും. തോന്നിയ നേരത്തൊക്കെ ഇവർ പോയിട്ട് പൊട്ടിക്കും. പോരാത്തതിന് ചിലപ്പം വീട്ടിൽ വരുമ്പോ പൂത്തിരിയും പടക്കമൊക്കെ കൊണ്ടുവരികയും ചെയ്യും. പിന്നെ കുട്ടികളെ ധൈര്യമില്ല ഓടിക്കോ. എന്താവുന്നു എനിക്കറിയില്ല. ചുമ്മാ രസം. ഒരാള് ഗുണ്ട് പൊട്ടിക്കാൻ ഗുണ്ടി കാണിച്ചു കൊടുക്ക്. 2 ഗുണ്ടിന്റെ വലുപ്പത്തിൽ പേപ്പറിൽ പൊതിഞ്ഞിരിക്കണേ. ഓടാ റെഡി, ഓടാ റെഡി. ഇതിപ്പോ നട്ടുച്ച ആയതുകൊണ്ടാണ്. നമ്മൾ പുലർച്ചെ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫയർ വർക്കൊക്കെ കാണാൻ പറ്റും. പടക്കത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിഷു കൈനീട്ടത്തിന്റെ കാര്യത്തിലും ഇവിടെ വന്നത് പിന്നെയാണ് ഈ വിഷു കൈനീട്ടമൊക്കെ ഇവർക്ക് കിട്ടി തുടങ്ങിയത്. ഇനി ഞാൻ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് സ്പെഷ്യൽ പറയുന്നത് സദ്യയാണ്. ഉച്ചക്ക് ഓക്കെ, ബാക്കി വീഡിയോയിൽ കാണാം. രാവിലെ എണീറ്റതിന്റെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് വരണത് കേട്ടോ. അപ്പോ ഒരു തട്ടിക്കൂട്ടിയ സദ്യയാണ്. ആ സമയത്ത് നമ്മള് കടയിലൊക്കെ പോകുമ്പോ ആൾക്കാർ പ്രീ ഓർഡർ ഒക്കെ ചെയ്തിട്ട് വിഭവങ്ങളൊക്കെ കുറവായിരുന്നു, ചോറില്ല. അപ്പൊ ഉള്ള വിഭവങ്ങളൊക്കെ വാങ്ങി ഇക്കാഞ്ഞ് പോന്നു. ഇക്കാലത്തുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കുറച്ച് എന്തെങ്കിലുമൊക്കെ എന്റെ വക തട്ടിക്കൂട്ടാന്ന്. അപ്പൊ ഉള്ള പച്ചക്കറികളൊക്കെ എടുത്ത് ഞാൻ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അവസാനം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിലുള്ളവർ കഴിച്ചതിനേക്കാളും കൂടുതൽ വിഭവസമൃദ്ധമായി കഴിച്ചത് ഞങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സെറ്റായിട്ട് ഞങ്ങളിത് കഴിച്ചു തുടങ്ങുമ്പോഴേക്ക് അവര് വിരുന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു. ഈ സദ്യയിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് നാരങ്ങാച്ചാറ്, ബീട്രൂട്ടിന്റെ കൈപ്പക്കയുടെ ഫ്രൈ, പിന്നെ ഇപ്പൊ കുറച്ച് മാങ്ങാക്കറി, കുറച്ച് ബീട്രൂട്ട് പച്ചടി, പിന്നെ ലിവർ ഫ്രൈ, മത്തങ്ങി വൻപയറൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന എരിശ്ശേരി, രസം. ഇത്രയേ ഉള്ളൂ. ഒരു 2-3 കൊല്ലം മുമ്പ് വരെ ഈ ഓണം വിഷു ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ മുഴുവൻ വിഭവങ്ങൾ ഉണ്ടാക്കി ഇലയിട്ട് ഉണ്ണാറുണ്ട് കേട്ടോ. ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറ്. ഞാൻ മെയിനായിട്ട് കുക്ക് ചെയ്യും, ഇക്ക ഹെൽപ്പ് ചെയ്യും. കുറച്ചായിട്ട് അങ്ങനെ കുക്ക് ചെയ്യാനുള്ള ക്ഷമ കിട്ടാറില്ല. പിന്നെ അപ്പുറത്തുനിന്ന് ഇവരൊക്കെ ഇങ്ങനെ കൊടുന്നു തരുമ്പം അതും കുട്ടിങ്ങ് കഴിക്കലാണല്ലോ കുറച്ചുകൂടി എളുപ്പം. ഇതിപ്പോ ഈ വിളമ്പിയതിൽ ഈ തോരൻ, കൂട്ടുകറി, ഈ കിച്ചടി, പിന്നെ കുറച്ച് അവിയല്, അതേപോലെ പായസം, നെയ്യ്. പായസം വളരെ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാറും, അതൊക്കെ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ രസം ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാണ്ട് ആ രസം അത്ര രസമായില്ല തോന്നുന്നുണ്ട്. അതിന് പുളി കുറഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. അതിന്റെ കളറ് ആകെ ചുവന്നു പോയിട്ടുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. 1 വാങ്ങിയതും പിന്നെ ഇത് മനീഷ തന്നതും. ഇത് വാങ്ങിയ പായസങ്ങളും പിന്നെ ഇത് അപ്പുറത്തുനിന്ന് തന്നതും കേട്ടോ. ഇത് പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കൈപ്പക്ക ഫ്രൈയും പിന്നെ അതേപോലെ ബീട്രൂട്ട് ഫ്രൈയും ആണ് കേട്ടോ. അത് കൈപ്പക്കയും ബീട്രൂട്ടും കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതായിരുന്നു. ഈ അവല് അപ്പുറത്തുനിന്ന് തന്നത് പുളിഞ്ചി നമ്മൾ വാങ്ങിയ പുളിഞ്ചി മനീഷ തന്ന പുളിഞ്ചിയും കൂടിയിട്ട് ഒന്നാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് രാധികേച്ച് തന്ന മഴയാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലിവർ ഫ്രൈ ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതാണത്. ഇത് ഒന്ന് വീട്ടിലുള്ള ഒരു ദിവസം അല്ലേ എന്ന് കരുതിയിട്ട് ഉച്ചക്ക് സാധാരണ ആള് വീട്ടില് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവാറില്ല. അപ്പൊ ആൾക്കൊരു സ്പെഷ്യൽ എന്ന് കരുതിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. പായസം നമ്മൾ പറഞ്ഞ പോലെ പരിപ്പും അടയാണ് വാങ്ങിയതിൽ ഉണ്ടായിരുന്ന പായസങ്ങള്. എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയ സമയത്ത് ഫ്രിഡ്ജിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കറി ഉണ്ടാക്കി. ഈ മോര് ആ കൂട്ടത്തിൽ വാങ്ങിയ കൂട്ടത്തിൽ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ചോറ് ഇത് മനീഷ എന്ന ചോറാണ്. പിന്നെ ഇത് ഇവിടെ ഉണ്ടാക്കിയ ചോറാണ്. കുറച്ച് ചോറ് ഇവിടെ വെച്ചു. പപ്പടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടയിൽ നിന്ന് വാങ്ങിയതിലുണ്ടായിരുന്നു, കുറച്ച് അവിടെ തന്നതിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈ ചെറിയ പപ്പടങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഏകദേശം ചൂടാറി തുടങ്ങി. ഇപ്പൊ ഏകദേശം ഒരു വയറ് നിറച്ച് ഉണ്ണേണ്ട ഒരു സദ്യ വിഭവങ്ങളൊക്കെ ആയി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയി. ഇതില് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം വന്നത് നെയ്യാണ്. ഞാനിത് ആദ്യം പരിപ്പാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെയാണ് അത് നെയ്യാണെന്ന് മനസ്സിലായത്. ഇവരൊക്കെ അക്ഷമരായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇത് എന്ത് എസ്സേയാണ് തീരുമെന്ന് വിചാരിച്ചിരിക്കുക. എന്നെ പേടിച്ച് മിണ്ടാണ്ടിരിക്കാവും. വീഡിയോ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആയിരിക്കും കേട്ടോ അവരിങ്ങനെ. ഞാനാണെങ്കിൽ എനിക്ക് വിളമ്പലും പറയലും കൂടിയിട്ട് നടക്കണില്ല. ഞാൻ വിളമ്പലും നിർത്തിയിട്ട് പറയാൻ തുടങ്ങിയപ്പോ ഇവരാകെ അക്ഷമരായിട്ടിരിക്കുകയാണ് സത്യത്തിൽ ഉള്ളിൽ കേട്ടോ. പക്ഷെ അത് പുറത്തേക്ക് കാണിക്കണില്ല എന്നേ ഉള്ളൂ. ഇത്ര ക്ഷമ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഇവരിൽ കണ്ടിട്ടില്ല കേട്ടോ. കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ. കുറച്ച് വിഭവങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സദ്യയുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുറെ കാലത്തിന് ശേഷമാണ്. ഒക്കെ തട്ടിക്കൂട്ടാണ്, ഒന്നും അത്ര വൃത്തിയായിട്ടൊന്നുമില്ല. പിന്നെ ഇത് പറയാതെ പോയത് ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ടിന്റെ ഒരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചടിയാ കിച്ചടിയാ എന്നുള്ളതിൽ എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. ഓർമ്മ കിട്ടുന്നില്ല അത് എന്താണ് അതിന് കറക്റ്റ് പറയാന്നുള്ളത്. കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഈ ശർക്കര ഉപ്പേരിയും കായ വറുത്തതൊക്കെ അതും മനീഷ എന്നതാണ് കേട്ടോ. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങള് സദ്യ കഴിക്കാൻ പോവാണ്. ഞങ്ങള് ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ സദ്യ എങ്ങനെ ഇക്കാലം ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല വിശക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലിവർ ആണെന്ന്. ഇതിനകത്ത് കിഡ്നിയും ഹാർട്ടും ഒക്കെ ഉണ്ട് അത്രേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഉള്ള ലിവർ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. നമ്മൾ വല്ല ഉള്ളിയത്ത് അറുത്തതോ അല്ലെങ്കിൽ ഇറച്ചി വാങ്ങുന്ന സമയത്ത് കിട്ടുന്നതോ ആയിട്ടുള്ള ലിവറാണ്. അപ്പൊ അതിനകത്ത് ലിവർ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഞാൻ അവരടുത്ത് ചോദിച്ചത് എന്താ ഇതിനകത്ത് ലിവർ മാത്രമല്ലല്ലോ, ലിവർ എന്ന് പറഞ്ഞ് ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഇടാറുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ അത്യാവശ്യം എല്ലാ സാധനങ്ങളും സെറ്റായി വിളമ്പിയിട്ടുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പപ്പടത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കണ അബ്ദാണ് കേട്ടോ. അബ്ദയുടെ ഫേവറേറ്റ് ആണ് പപ്പടം. ഒരു രസവും അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളിപ്പോ വിളമ്പിക്കാം. വിഷുവായിട്ട് നമ്മൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ വിളമ്പിയ രീതിയൊന്നും കണ്ടിട്ട് ഇതെന്താ അങ്ങനെയൊന്നും വിചാരിക്കരുത്. സാധാരണ നന്നായിട്ട് വിളമ്പാൻ അറിയുന്നവര്, ഇലയിലൊക്കെ വിളമ്പാൻ അറിയുന്നവര്, അതിന്റെ ഓർഡറിനനുസരിച്ചിട്ടൊക്കെ ഇല വിളമ്പാൻ അറിയുന്ന ആൾക്കാര് ഇത് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ ഇതെന്താണ് കാണിക്കണമെന്നൊന്നും വിചാരിക്കരുത്. അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് എന്നത് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിലേക്ക് എന്തൊക്കെയാണോ ചേർക്കാൻ പറ്റിയത് അങ്ങനെ നോക്കിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും ചേർത്തിട്ടൊന്നുമല്ല എല്ലാ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എന്താ പറയാ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വല്ലാതെ വന്നിട്ടില്ല ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത്. ഒരു കാര്യമുള്ളത് രാവിലെ എണീറ്റിട്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ രാവിലെ ഒരു പുലർച്ചക്കൊക്കെ നേരത്തെ എണീറ്റ സമയത്തെന്നൊക്കെ. അങ്ങനൊന്നല്ല. എണീറ്റിട്ട് പിന്നെ വീണ്ടും ഒന്ന് ഉറങ്ങി വീണ്ടും എണീറ്റ സമയത്ത് തോന്നി വാഴയുടെ ഇലയിൽ കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് വീട്ടിലുള്ള സമയത്ത് ഇനിയിപ്പം വെറുതെ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ വാഴയുടെ ഇലയിൽ കഴിക്കാറുണ്ട്. ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ വാഴയില. അതുകൊണ്ട് തന്നെ രാവിലെ
അഫാഫ് എണീറ്റ് വന്നിട്ട് നമുക്കൊന്ന് സദ്യ കഴിക്കണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇലയിട്ടിട്ട് കഴിക്കാം, നമ്മള് ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചോറൊക്കെ നമുക്ക് കറികളൊക്കെ കൂടി കൂട്ടി കഴിക്കാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത്ര വിഭവസമൃദ്ധമായിട്ട് പിന്നീട് ഉണ്ടാക്കാൻ തോന്നുന്നു, ഉണ്ടാക്കുമെന്നും കഴിക്കുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതില് പുളിഞ്ചി വിളമ്പാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഓർമ്മ വന്നിട്ട് കാണുന്നില്ലല്ലോ എന്ന് കണ്ട് പിന്നീട് വിളമ്പിയത്. ബീഫ് പിന്നെ പയറും കൂട്ടിട്ട് നമുക്ക് തിന്നോക്കാം. ബാക്കി എന്തെല്ലാം സാധനങ്ങളുണ്ട് അടിപൊളി. വെറൈറ്റി സദ്യ അടിപൊളി. ബീഫ് ബീഫ് രക്ഷയില്ല, അതേ വളരെ പാലമാശം കുറിച്ച് കൊടുത്തു. ഓക്കെ അത്ര കാണാം. സെപ്പറേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നല്ല ആവശ്യപ്രകാരം എല്ലാ സാധനവും നോക്കിയിട്ട് നോക്കാം. അത് കുഴപ്പമില്ല. അപ്പൊ സെറ്റായില്ലേ വിഷു? അപ്പൊ ഇതോടുകൂടി നമ്മൾ വിഷു ഇവിടെ അവസാനിക്കാനേ. ബീഫ് എന്താണ് വായ കൊള്ളയുടെ മറ്റുള്ള ബീഫല്ലേ? അപ്പൊ നമ്മുടെ വിഷു ഇവിടെ അവസാനിക്കാനേ. ഇനിയിപ്പോ ഏതെങ്കിലും ചാനലിലൊക്കെ വല്ല സിനിമ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് TV ഒക്കെ ഒന്ന് കണ്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വിഷുവിന് കൂടുതൽ സമാപ്തമായിരിക്കുന്നതാണ്. എന്താ അപ്പൊ അതിന്റെ അഭിപ്രായം? ഇതിൽ പറയാൻ വിട്ടുപോയ ഒരാള് മത്തങ്ങയുടെ എരിശ്ശേരിയാണ് കേട്ടോ. അത് കുറെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടുക. വീഡിയോ കണ്ട എല്ലാവർക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി കേട്ടോ.